മനുഷ്യജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണല്ലോ കാഴ്ചശക്തി എന്നുള്ളത്. നമ്മുടെ കണ്ണുകൾക്ക് എപ്പോഴും നല്ല കാഴ്ചശക്തി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ചുറ്റുപാടുകൾ വ്യക്തമായി കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നാം രാവിലെ ഉറക്കമുണർന്നെഴുന്നേൽക്കുന്ന സമയം മുതൽ നമ്മുടെ ചുറ്റുപാടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ നാം കാണുന്നു, ചുറ്റുപാടുകളിലുള്ള വൃക്ഷലതാദികൾ കാണുന്നു, വസ്തുവകകൾ കാണുന്നു, മൃഗങ്ങളെ കാണുന്നു, പക്ഷികളെ കാണുന്നു, നിറങ്ങൾ കാണുന്നു, പ്രകാശം കാണുന്നു. അങ്ങനെ അങ്ങോട്ട് എല്ലാം നാം കാണുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി അനുസരണമായിട്ടാണ്. വാസ്തവത്തിൽ ഈ കണ്ണ് എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു അവയവം തന്നെയാണ്. ഈ കണ്ണിൻ്റെ ഘടന നാം നോക്കുമ്പോൾ ഇതിൻ്റെ 4/3 ഭാഗവും വാസ്തവത്തിൽ തലയോട്ടിയുടെ ഉള്ളിൽ വളരെ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 4/1 ഭാഗം മാത്രമേ നമുക്ക് വെളിയിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. നോക്കുക, ദൈവം എത്രമാത്രം സുരക്ഷിതമായി ഈ കണ്ണിനെ നമ്മുടെ തലയോട്ടിക്കുള്ളിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഈ കണ്ണിൻ്റെ ഒരു സ്ട്രക്ചർ നാം നോക്കുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട 10 ഭാഗങ്ങളുണ്ട്. കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, റെറ്റിന, ഒപ്റ്റിക് നെർവ്, സ്ക്ലീറ, കൊറോയിഡ്, അക്വസ് ഹ്യൂമർ, വിട്രിയസ് ഹ്യൂമർ, അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ 10 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ കണ്ണിനുള്ളതായിട്ട് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. ഈ കണ്ണിൻ്റെ പ്രവർത്തനത്തെ നോക്കിക്കണ്ടുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ ക്യാമറ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ണിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഒരു ഓബ്ജക്റ്റിൻ്റെ ഇമേജ് പതിയുന്നത്, അതേപോലെ തന്നെയാണ് ഒരു ക്യാമറയ്ക്കുള്ളിലേക്ക് ആ ഇമേജ് പതിയുന്നത്. എന്തായിരുന്നാലും കണ്ണ് അത്ഭുതകരമായ ഒരു ശരീരഭാഗമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ കണ്ണിൻ്റെ കാഴ്ചശക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നാം കഴിക്കേണ്ടുന്നതായ ആഹാര സാധനങ്ങൾ, നാം ചെയ്യേണ്ടുന്നതായ എക്സസൈസ്, ഇതൊക്കെ ശാസ്ത്രലോകം വളരെ പ്രധാനപ്പെട്ടതായി കാണുന്നു. ഇലക്കറികളും ഇലത്തോരനും അങ്ങനെ പഴവർഗ്ഗങ്ങളും ഒക്കെ നാം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വളരെ പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പഴമക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ കണ്ണിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. കാരണം അവർ ഈ പറഞ്ഞ ആഹാര സാധനങ്ങളൊക്കെ തുടർച്ചയായി കഴിക്കുന്നവരായിരുന്നു. എന്നാൽ കാലം മാറി. ഈ കാലത്ത് നമ്മുടെ കുട്ടികളൊന്നും സാധാരണയായി ഇങ്ങനെയുള്ള ഇലത്തോരനും ഇലക്കറികളും ഒന്നും ധാരാളമായി കഴിക്കാറില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? പഴയ കാലത്തുള്ള ആളുകൾക്ക് കണ്ണട ഉപയോഗിക്കേണ്ടുന്ന ആവശ്യമില്ലായിരുന്നു. അവർ നല്ല പ്രായമുള്ളവരായിരുന്നുവെങ്കിലും കണ്ണട ഉപയോഗിക്കാതെ അവർക്ക് നന്നായി വായിക്കുവാനും എഴുതുവാനും ഒക്കെ കഴിയുമായിരുന്നു. നല്ല കാഴ്ചശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാലത്ത് വളരെ ചെറിയ കുട്ടികൾ പോലും കണ്ണട ഉപയോഗിക്കുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ജീവിത രീതികളും വളരെയധികം വ്യത്യസ്തമാണ്. കുട്ടികൾ ജനിച്ചു വീഴുന്ന സമയം മുതൽ അവർ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ ടി വിയുടെ മുൻപിലും മൊബൈൽ ഫോണിൻ്റെ മുമ്പിലും ഒക്കെ ആകയാൽ അതിൽ നിന്ന് വരുന്നതായ വളരെ മാരകമായ പ്രകാശരശ്മികൾ അവരുടെ കണ്ണിനെ ഏൽപ്പിക്കുന്ന ക്ഷതം എന്ന് പറയുന്നത് ലഘുവായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായം മുതൽ കുട്ടികൾ വളരെ പവറുള്ള ഗ്ലാസുകൾ ഉപയോഗിക്കേണ്ടതായി വരുന്നു. എന്തായിരുന്നാലും ഈ കാഴ്ചശക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് അനുപേക്ഷണീയമായ ഒരു കാര്യമാണ്. ഇനി ഈ കാഴ്ചശക്തി ഉണ്ടെങ്കിൽ പോലും
നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ പ്രകാശം ആവശ്യമാണ്. നല്ല വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കാണുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തിൻ്റെ പകൽ മുഴുവനും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മനോഹരമായ ഈ കാര്യങ്ങൾ, ഈ പ്രപഞ്ചത്തെ കാണുവാൻ നമുക്ക് സാധിക്കുന്നു. അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. നിറങ്ങൾ കാണുവാനും ദൈവം നിർമ്മിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത കാണുവാനും നമ്മുടെ സഹജീവികളെ കാണുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഈ കാഴ്ചശക്തി കൊണ്ടാണ്. എന്തായിരുന്നാലും അത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ വരദാനമാണ്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാഴ്ചയെപ്പറ്റി നാം പറയുന്നതായ ഈ സമയത്ത് കാഴ്ചശക്തി ഇല്ലാത്ത നമ്മുടെ സമശിഷ്ടങ്ങളെപ്പറ്റി പറയേണ്ടത് ആവശ്യമാണല്ലോ. കാഴ്ചശക്തി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാഹ്യമായ കാഴ്ചശക്തി ഇല്ലാതെയാണെങ്കിലും അവർക്ക് ഒരു ഉൾക്കാഴ്ച ദൈവം നൽകിയിട്ടുണ്ട്. ആ ഉൾക്കാഴ്ച കൊണ്ടാണ് അവർ ജീവിക്കുന്നത്, അവർ സഞ്ചരിക്കുന്നത്, അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. ആ ഉൾക്കാഴ്ച ഒരുപക്ഷെ നമ്മേക്കാൾ വളരെ കൃത്യമായി അവരുടെ ജീവിതകാര്യങ്ങൾ ചെയ്യുവാൻ അവരെ സഹായിക്കുന്നു. ദൈവം അവരെ അതിന് സഹായിക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയുവാനായിട്ട് സാധ്യമല്ല. നമ്മുടെ ബാഹ്യമായ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നു എന്ന് നാം ചിന്തിച്ചതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാഴ്ചശക്തിയുണ്ട്. ആ കാഴ്ചശക്തിയെ സംബന്ധിച്ച് എഫെസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതിനെ ഹൃദയദൃഷ്ടി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് വിശേഷിപ്പിക്കുന്നത്. താൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന്. ഐ പ്രേ that the eyes of your heart may be enlightened. നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്നവൻ കർത്താവാണ് എന്ന് താൻ പറയുന്നു. നമ്മുടെ ബാഹ്യമായ ദൃഷ്ടിയുടെ കാഴ്ച അസ്തമിക്കുന്നതായ സമയത്ത് നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിത്തരുന്നതായ ഒരു വലിയ പ്രകാശമുണ്ട്. അത് ഹൃദയദൃഷ്ടിയുടെ പ്രകാശമാണ്. ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. ബാഹ്യമായ കാഴ്ചകൾ അനുസരിച്ച് മാത്രമല്ല നാം നടക്കുന്നത്. നമ്മുടെ ഹൃദയദൃഷ്ടിയുടെ പ്രകാശം അനുസരിച്ച്, ഹൃദയദൃഷ്ടിയുടെ കാഴ്ച കൊണ്ട് നമുക്ക് നടക്കുവാൻ സാധിക്കും, ജീവിക്കുവാൻ സാധിക്കും. അങ്ങനെ ജീവിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നാം കാണുന്നത്? നമ്മുടെ ബാഹ്യമായ ദൃഷ്ടി കൊണ്ട് ഈ പ്രപഞ്ചത്തെയാണ് നാം കാണുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ സൃഷ്ടികളെയാണ് നാം കാണുന്നതെങ്കിൽ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ വലിയവനായ ദൈവത്തെ തന്നെ കാണുവാൻ നമുക്ക് സാധിക്കുന്നു. ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നത് നാം കാണുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നത് കാണുന്നു. ദൈവം നമ്മെ സന്ദർശിക്കുന്നത് കാണുന്നു. അവിടുത്തെ കരങ്ങൾ നമ്മെ തലോടുന്നത് കാണുന്നു. അവിടുത്തെ കരം നമ്മെ പിടിച്ചിരിക്കുന്നത് കാണുന്നു. നാം തനിയെ അല്ല എന്നുള്ളത് ആ ദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവം നിർത്തിയിരിക്കുന്ന ദൈവദൂത സഞ്ചയത്തെ കാണുവാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവം നമ്മുടെ അരികിലേക്ക് വരികയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത് നാം നേരിട്ട് കാണുന്നു. നാം രോഗികളാകുമ്പോൾ, ക്ഷീണിതരാകുമ്പോൾ, വിവിധങ്ങളായ പ്രയാസങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ വലിയവനായ ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നതും നമ്മെ സഹായിക്കുന്നതും നമ്മുടെ ഹൃദയദൃഷ്ടിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നുവല്ലോ. നാം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഇന്നയോളം നമ്മെ ദൈവം സഹായിച്ചതും സന്ദർശിച്ചതുമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ഹൃദയദൃഷ്ടി കൊണ്ട് ഒന്ന് നോക്കുമ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത്യത്ഭുതകരമായി ദൈവം നമ്മെ സഹായിച്ച വിധങ്ങൾ നമ്മുടെ ഹൃദയദൃഷ്ടി കൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഇന്നയോളം ദൈവം നമുക്ക് ചെയ്തു തന്ന സഹായങ്ങൾ ഒന്നൊന്നായി നമ്മുടെ ഹൃദയദൃഷ്ടി കൊണ്ട് കാണുവാൻ
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ഹൃദയദൃഷ്ടി കൊണ്ട് വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തന്ന ഒരുപാട് സഹായങ്ങൾ, എണ്ണമറ്റ അത്ഭുതകരമായ സഹായങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് രാവിലെ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ ബാഹ്യമായ ദൃഷ്ടികളെക്കാൾ ഉപരിയായി ഞങ്ങളുടെ ഹൃദയദൃഷ്ടി അവിടുന്ന് പ്രകാശിപ്പിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയുടെ പ്രകാശം കൊണ്ട് അവിടുത്തെ കാണുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ അരികിലേക്ക് വരുന്നതും ഞങ്ങളെ സഹായിക്കുന്നതും അത്യത്ഭുതകരമായി ഞങ്ങളെ വിടുവിക്കുന്നതും ഞങ്ങളുടെ പ്രയാസങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവിടുത്തെ കരം ഞങ്ങളെ പിടിച്ചിരിക്കുന്നതും ഞങ്ങൾ വീണു പോകാതെ, ഞങ്ങളുടെ കാലുകൾ വഴുതിപ്പോകാതെ ഞങ്ങളെ അവിടുന്ന് കരങ്ങളിൽ വഹിക്കുന്നതും എല്ലാം കാണുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ അത്യത്ഭുതകരമായി അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ച് നടത്തിക്കൊണ്ടുവന്നു. അവിടുത്തെ എല്ലാ കരുതലിനായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം സന്തോഷമായി, ധൈര്യമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് അവിടുത്തെ സാന്നിധ്യം കാണുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഒന്നിൻ്റെയും മുൻപിൽ പതറിപ്പോകാതെ ധൈര്യത്തോടെ നിൽക്കുവാൻ ആ കാഴ്ച ഞങ്ങളെ ബലപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.